പശ്ചിമ ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. സിബിഐ അന്വേഷണം വേണമെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പശ്ചിമബംഗാൾ സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പശ്ചിമബംഗാൾ സർക്കാരിനും പോലീസിനുമെതിരെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നീക്കി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇന്ന് നടന്ന കോടതി നടപടികൾ ഏതുവിധമായിരുന്നു? ഈ ബംഗാൾ സർക്കാരിന്റെ ഹർജി തള്ളിക്കൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? അച്യുതൻ. അച്യുതൻ, കേൾക്കാമോ? പശ്ചിമ ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ സിബിഐ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന വിവരം വരുന്നത്. സിബിഐ അന്വേഷണം വേണമെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പശ്ചിമബംഗാൾ സർക്കാർ നൽകിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. പശ്ചിമബംഗാൾ സർക്കാരിനും പോലീസിനുമെതിരെ കോടതി നടത്തിയ നിരീക്ഷണങ്ങളും സുപ്രീം കോടതി നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആർ അച്യുതൻ ചേരുന്നു വിവരങ്ങളുമായി. അച്യുതൻ, ഏത് സാഹചര്യത്തിലായിരുന്നു കോടതി ഈ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന് അറിയിക്കുന്നത്? ബംഗാൾ സർക്കാരിന്റെ ഹർജി തള്ളിക്കൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ കോടതി നടപടികൾ ഏതു വിധമായിരുന്നു? ശ്രീലക്ഷ്മി, ഈ സന്ദേശ് ഖാലിയിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ സമയത്താണ് ഇ ഡി ഉദ്യോഗസ്ഥരെ ഒരു സംഘം ആക്രമിച്ചത്. ഈ കേസാണ് കൽക്കട്ട ഹൈക്കോടതി സിബിഐക്ക് കൈമാറിയത്. ഇതിനെതിരെ അന്ന് തന്നെ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അടിയന്തരമായി ഇതിൽ വാദം കേൾക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. എന്തായാലും ആ ഹർജി ഇന്ന് പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ ഒരു വിസമ്മതം അറിയിക്കുന്നത്. ഷാജഹാൻ ഷെയ്ഖിന്റെ അറസ്റ്റ് വൈകിയതിനെയും കോടതി വിമർശിക്കുകയുണ്ടായി. എന്നാലും ഈ ബംഗാൾ സർക്കാരിനും പോലീസിനുമെതിരെയുള്ള കൽക്കട്ട ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ഈ പരാമർശങ്ങൾ നീക്കം ചെയ്തതിനെ കോടതിയിൽ എതിർത്തില്ല. മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗിയാണ് പശ്ചിമ ബംഗാൾ സർക്കാരിന് വേണ്ടി പ്രതിനിധീകരിച്ച് സുപ്രീം കോടതിയിൽ ഹാജരായത്. എന്തായാലും കോടതിയിൽ ഒരു തിരിച്ചടിയാണ് ബംഗാൾ സർക്കാരിന് നേരിടേണ്ടി വന്നത്. സിബിഐ അന്വേഷണം അല്ലെങ്കിൽ ഉത്തരവിട്ട ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടാൻ ഒരു വിസമ്മതമാണ് സുപ്രീം കോടതി രേഖപ്പെടുത്തിയത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.